നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നത് വേർതിരിച്ചിട്ട് ആണല്ലോ പൊതുവെ എക്സാം എഴുതുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനോട് ആദ്യമേ ഫോക്കസ് ചെയ്ത് വെക്കുക. അതായത് നമ്മുടെ സ്ട്രെങ്ത് ഏത് സബ്ജക്റ്റിലാണോ അതിന് ഫോക്കസ് ചെയ്ത് അത് ആദ്യമേ തന്നെ കൊടുക്കാനുള്ള. ഒരു മിനിറ്റിൽ കൂടുതൽ ആ ക്വസ്റ്റ്യനിൽ സ്പെൻഡ് ചെയ്യരുത്. പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ പോവാം. ഏതാണോ നമുക്ക് ഈസി ആയിട്ടുള്ളത് അതിലേക്ക് പോവാം. ഓരോ മണിക്കൂറും ഓരോ ക്വസ്റ്റ്യനും സിമ്പിൾ ക്വസ്റ്റ്യൻ ആയാലും ഹാർഡ് ക്വസ്റ്റ്യൻ ആയാലും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ടൈം കൊടുത്ത് തന്നെ ചെയ്യണം. നിങ്ങൾക്കിപ്പോൾ ഓരോ മോക്ക് ടെസ്റ്റ് വരുമ്പോഴും അത് അത്രയും സീരിയസ് ആയിട്ട് തന്നെ കാണണം. അത് നിങ്ങൾ എഴുതുന്ന ഓരോ മോക്ക് ടെസ്റ്റും നീറ്റ് എക്സാം ആയിട്ട് തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്തിട്ട് എഴുതാൻ ശ്രമിക്കാം. കാരണം ബ്രില്യൻ്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റ് എക്സാം പോലെ തന്നെയാണ്. 2025 നീറ്റ് എക്സാം മെയ് 4 നടക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് 2024 നീറ്റ് എക്സാം ക്ലിയർ ചെയ്ത് ഇപ്പോൾ എറണാകുളം മെഡിക്കൽ കോളേജിൽ MBBS ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന നമ്മുടെ കുറച്ച് ബ്രില്യൻ്റിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അപ്പോൾ നമുക്ക് അവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. എനിക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടതും അതുപോലെ തന്നെ നീറ്റ് എഴുതാൻ ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ ബ്രില്യൻ്റിൽ തന്നെ ഏകദേശം 17,000-ഓളം വിദ്യാർത്ഥികൾ ഈ കൊല്ലം ബ്രില്യൻ്റിൽ നിന്ന് നീറ്റ് എക്സാം എഴുതുന്നുണ്ട്. അപ്പോൾ അവർക്കൂടെ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, ഈ പരീക്ഷാ സമയത്ത് എങ്ങനെയാണ് ടൈം നമ്മൾ മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ടൈം ഡിവൈഡ് ചെയ്യുന്നത്? ഇപ്പോൾ ഓരോ സബ്ജക്റ്റിനും എത്ര വീതമാണ് നമ്മൾ സമയം ചെലവഴിക്കേണ്ടത്? എൻ്റെ പേര് ഫർദാൻ എന്നാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്റ്റുഡൻസ് ഒരുപാട് എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നത്, നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നത് വേർതിരിച്ചിട്ട് ആണല്ലോ പൊതുവെ എക്സാം എഴുതുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനോട് ആദ്യമേ ഫോക്കസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ബയോളജി ആദ്യം പറ്റാവുന്നതും, ഇപ്പോൾ മെജോറിറ്റി ഓഫ് ദ ആൾക്കാരുടെ ചോയ്സ് ബയോളജി തന്നെയാണ് ഫസ്റ്റ്. അതുകൊണ്ട് ബയോളജി തന്നെ ആദ്യം ഫോക്കസ് ചെയ്തിട്ട് അതൊരു 40-45 മിനിറ്റ്സിനോടുകൂടെ തീർക്കാൻ പറ്റുമെന്ന് നോക്കുക. കാരണം അത് 90 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നമുക്ക് 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സുഖമായിട്ട് ഡീൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊരു 40-45 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് തീർക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ, ഇപ്പോൾ ചിലർക്ക് കെമിസ്ട്രിയോടായിരിക്കും താല്പര്യം, ചിലർക്ക് ഫിസിക്സിനോടായിരിക്കും താല്പര്യം. അപ്പോൾ താല്പര്യത്തിനനുസരിച്ചിട്ട് അവരുടെ ഇഷ്ടത്തിന് ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ എന്ന് ചോയ്സ് എടുത്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. ഇതിൽ ഫിസിക്സിൽ എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കുറേ ഇക്വേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, കുറേ ആലോചിച്ചെടുക്കേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കുറേ തിയറി ബേസ്ഡ് ഉണ്ടാവാം, ഏത് രീതിയിലും വരാം. അപ്പോൾ നമ്മൾ ഒരു 45 ക്വസ്റ്റ്യൻസിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ഏതാണോ അത് നോക്കി, അത് നമ്മുടെ സ്ട്രെങ്ത് ഏത് സബ്ജക്റ്റിലാണോ അതിന് ഫോക്കസ് ചെയ്ത് അത് ആദ്യമേ തന്നെ കൊടുക്കാനുള്ള. ഓക്കെ. അതുപോലെ തന്നെയാണ് കെമിസ്ട്രി ഇപ്പോൾ ഓർഗാനിക് ആണെങ്കിൽ അതിൻ്റെ രീതിയിൽ കുറേ കോൺസെപ്റ്റ് ബേസ്ഡ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യാം. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 40-45 മിനിറ്റ്സിന് ബയോളജി തീർന്നിട്ടുണ്ടെങ്കിൽ ബാക്കി ഇപ്പോൾ 3 hours ഒരു 2 hours ലെഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫിസിക്സിനും കെമിസ്ട്രിക്കും ഓരോ 1 hour വെച്ചിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ ഒരു മാക്സിമം നിങ്ങൾക്ക് ഒരു 20 മിനിറ്റ്സ് ബാക്കി ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് റീചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ നമ്മൾ ചെയ്ത ഓപ്ഷൻസ് ഒക്കെ കറക്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് നല്ല ഉപകാരപ്പെടുന്നു. അത് വളരെ മികച്ച ഒരു പോയിന്റ് ആണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞത്. കാരണം അവസാനം എപ്പോഴും ഒരു ബാക്കപ്പ് പ്ലാൻ, ഒരു ബാക്കപ്പ് പ്ലാൻ ആയിട്ട് ഒരു 20 മിനിറ്റ്സ് ലാസ്റ്റിലേക്ക് മാറ്റി വെക്കുക എന്നുള്ളത് വളരെ നിർണായകമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, വീണ്ടും ടൈം മാനേജ്മെന്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. നമ്മുടെ എക്സാമിന് നെഗറ്റീവ് മാർക്കിങ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ നെഗറ്റീവ് മാർക്കിങ്സ് നമ്മൾ മാനേജ് ചെയ്യുന്നതിൽ ഈ ടൈം മാനേജ്മെന്റ് എന്തെങ്കിലും പങ്കുണ്ട്? നെഗറ്റീവ് തന്നെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും തെറ്റാണത് എന്തായാലും ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഭയങ്കര സിമ്പിളായിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമ്മത് വെറുതെ അത്ര സീരിയസ് കൊടുക്കാണ്ട് നമ്മൾ തെറ്റിക്കും. അപ്പോൾ നമ്മൾ അത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് നോക്കി ആ കറക്റ്റ് സമയം തന്നെ കൊടുത്ത് തന്നെ വെറുതെ സിമ്പിളാണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓടിച്ച് കൊടുക്കാണ്ട് കറക്റ്റ് ടൈം കൊടുത്ത് തന്നെ അത് ആൻസർ ചെയ്യാൻ നോക്കാം. പിന്നെ കുറച്ച് അറിയാത്ത ക്വസ്റ്റ്യൻസൊക്കെ സ്കിപ്പ് ചെയ്താൽ വെറുതെ ഒന്ന് കറക്കി കുത്തി ഉത്തരം കിട്ടാണ്ട് അറിയണ ക്വസ്റ്റ്യൻ മാത്രം എഴുതാം. പേരെന്താണ്? എൻ്റെ പേര് ദിൽഷാദ്. എവിടെ നിന്ന് വരുന്നു? മലപ്പുറം കൊണ്ടോട്ടി. മലപ്പുറത്തുനിന്ന് വരുന്നു. ഓക്കെ. ബ്രില്യന്റിന്റെ ഏത് ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നു? കോഴിക്കോട് ഡ്രൈവിംഗ് സ്റ്റുഡന്റ്. ഓക്കെ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ഉത്തരങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ സമയം തികയാണ്ട് വരും. അപ്പോൾ ഈ തികയാണ്ട് വരുന്ന സമയം നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ താങ്കൾ പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയാണ് മാനേജ് ചെയ്ത് വന്നേ? ബയോളജി ചില ടൈമിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരും. നമ്മൾ ആദ്യം സാധാരണ എല്ലാവരും ചെയ്യാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എല്ലാവരും ചെയ്യുക ബയോളജി ആയിരിക്കും. അപ്പോൾ ബയോളജി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഫസ്റ്റ് ടൈം ഉത്തരം കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അത് റൗണ്ട് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. ഒരു മിനിറ്റിൽ കൂടുതൽ ആ ക്വസ്റ്റ്യനിൽ സ്പെൻഡ് ചെയ്യരുത്. പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ പോവുക. അങ്ങനെ കെമിസ്ട്രിയിലേക്ക് പോവുക, ഫിസിക്സിലേക്ക് പോവുക, ഏതാണോ നമുക്ക് ഈസി ആയിട്ടുള്ളത് അതിലേക്ക് പോവുക. ഒരു മണിക്കൂറിൽ താങ്കൾ എത്രത്തോളം ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് ശ്രദ്ധിച്ചിരുന്നു?
തീർച്ചയായും. കാരണം നീറ്റിലുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഓരോ മിനിറ്റും നമുക്ക് അത്ര വേണ്ടപ്പെട്ടതാണ്. അപ്പം ഞാനെന്ന് വെച്ചാൽ ഇപ്പോൾ ബയോളജി മാക്സിമം ഒരു 45-50 മിനിറ്റിനകം ചെയ്ത് തീർക്കാൻ നോക്കും. കാരണം ബാക്കി എൻ്റെ സ്ട്രോങ് സബ്ജക്റ്റ് ബയോളജി ആയിരുന്നു. കാരണം ബാക്കി വീക്കായിട്ടുള്ള ഫിസിക്സും കെമിസ്ട്രി ആയിരുന്നു. അപ്പം അതിന് എനിക്ക് കൂടുതൽ ടൈം കൊടുക്കേണ്ടി വന്നു. അപ്പം അതിന് ബാക്കിയുള്ള സമയം കൊടുക്കുകയും ചെയ്തു. അതുമാത്രമല്ല, നമ്മൾ ഫസ്റ്റ് ഒരു റൗണ്ട് നമ്മൾ പേപ്പർ ഒട്ടിച്ചു പോകണം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഒറ്റ നോട്ടത്തിൽ കിട്ടുന്ന കുറച്ച് ഉത്തരങ്ങളുണ്ട്. അത് നമ്മൾ ആദ്യം കറുപ്പിച്ച് വയ്ക്കുക. പിന്നെ നമ്മൾ ബാക്കിയുള്ള ഉത്തരങ്ങൾ ഓരോ കവർ ചെയ്ത് പോവുക. കാരണം നമ്മൾ ചിലപ്പം ടൈം അഥവാ തികയാതെ നമ്മൾ പിന്നെ മറിച്ച് നോക്കുമ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മൾ സിമ്പിൾ നോക്കി കിട്ടുന്ന കുറേ ഉത്തരങ്ങൾ കാണും. അങ്ങനത്തെ ഉത്തരങ്ങളൊക്കെ മിസ്സാവാതെ പോകാൻ അങ്ങനെ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ 3 മണിക്കൂറും കംപ്ലീറ്റ് യൂട്ടിലൈസ് ചെയ്യുക. അല്ല 2.5 മണിക്കൂർ ചില ആൾക്കാർ പരീക്ഷ എഴുതി തീർക്കും, അരമണിക്കൂർ വെറുതെ ഇരിക്കും. അങ്ങനെയൊന്നും കളയില്ല. ഓരോ മണിക്കൂറും ഓരോ ക്വസ്റ്റ്യനും സിമ്പിൾ ക്വസ്റ്റ്യൻ ആയാലും ഹാർഡ് ക്വസ്റ്റ്യൻ ആയാലും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ടൈം കൊടുത്ത് തന്നെ ചെയ്യണം. മിക്കപ്പോഴും നമ്മൾ ഹാർഡ് ക്വസ്റ്റ്യനെക്കാളും നമ്മൾ ചിലപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും നമ്മൾ തെറ്റിക്കുന്നത്. അപ്പം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം പറഞ്ഞ ഒരു ബാക്കപ്പ് പ്ലാൻ ആ ഒരു 20 മിനിറ്റ്സ് അല്ല താങ്കൾ പറഞ്ഞ ഹാഫ് ആൻ അവറും കൂടെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിരിക്കണം. അപ്പോൾ ഈ നീറ്റ് എക്സാമിന് മുന്നോടിയായിട്ട് ബ്രില്യൻറ്റിലെ സ്റ്റുഡൻസ് എന്ന രീതിയിൽ നമ്മൾ ഒരുപാട് മോഡൽ എക്സാംസ് ബ്രില്യൻറ്റ് തന്നെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു ചെയ്ത് ചെയ്യുന്ന ഒരു എക്സാം ഫിയർ നമ്മളെ മാറ്റിക്കളയാണ്. അതിൻ്റെ ഈ പറഞ്ഞ ടൈം മാനേജ്മെൻ്റ് ഒക്കെ നമ്മൾ വ്യക്തമായിട്ട് അവിടുന്നേ പരിശീലിച്ചാണ് പോകുന്നത്. അപ്പോൾ ബ്രില്യൻറ്റിലുള്ള ഒരു ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയായിരുന്നു? അവിടെ കിട്ടിയ ഒരു ശിക്ഷണം എന്ന് പറയുന്നൊരു കാര്യം ഈ മെയിൻ എക്സാമിലേക്ക് വന്നപ്പോൾ താങ്കൾക്ക് അത് ഉപകാരപ്പെട്ടോ? എൻ്റെ പേര് ജെഫ് എന്നാണ്. ഞാൻ പാലാ ബ്രില്യനിലാണ് റിപ്പീറ്റ് ചെയ്ത്. അപ്പം ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ച പോലെ ബ്രില്യനിലെ മോക്ക് ടെസ്റ്റ് ഉപകാരപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഉപകാരപ്പെട്ടു. കാരണം നമ്മുടെ ബ്രില്യൻ്റെ ഫാക്കൽറ്റീസ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന ഈ 3 മണിക്കൂറിൻ്റെ പരീക്ഷ അല്ലെങ്കിൽ 3 മണിക്കൂർ 20 മിനിറ്റ് പരീക്ഷ ഇവർ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നത് തന്നെ നമുക്ക് ഒരു കാരണവശാലും 3 മണിക്കൂർ 20 മിനിറ്റ് തീരരുത് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അത് നമ്മുടെ ശരിക്കുള്ള നീറ്റ് എക്സാമിന് നമുക്ക് 3 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് ചെറിയ സമയം കൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ക്ലിയർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രിഫറൻസ് ആയിരിക്കും. എൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ഫിസിക്സ് ആയിരുന്നു ഏറ്റവും എളുപ്പം. ചിലർ പറയും ചിലർക്ക് കെമിസ്ട്രി ആണ് ഏറ്റവും എളുപ്പം, ചിലർ പറയും ചിലർക്ക് ബയോളജിയാണ് ഭയങ്കര എളുപ്പമെന്ന്. അപ്പോൾ എനിക്ക് ഫിസിക്സ് ആയിരുന്നു. കാരണം എനിക്ക് പണ്ട് തൊട്ടേ എന്തോ ഫിസിക്സിൽ എനിക്ക് ഒരു ബേസ് ഉണ്ടായിരുന്നു. അതേസമയം എനിക്ക് ഓർമ്മ നിൽക്കാനും അങ്ങനത്തെ സാധനങ്ങൾ എനിക്ക് കുറച്ച് പാടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം പോയി ഫിസിക്സ് ചെയ്യും. അപ്പോൾ എനിക്ക് ഇച്ചിരി കോൺഫിഡൻസ് കിട്ടും. അതായത് എനിക്കിനി സമയം മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഫിസിക്സ് ആദ്യം ചെയ്യും, പിന്നെ അത് കഴിഞ്ഞിട്ട് ബയോളജി ചെയ്യും, പിന്നെ കെമിസ്ട്രി ചെയ്യും. കെമിസ്ട്രി കമ്പാരിറ്റീവ്ലി വീക്ക് സബ്ജക്റ്റ് ആയിരുന്നു എൻ്റെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എനിക്ക് സമയം മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ബ്രില്യൻറ്റിലെ സ്റ്റുഡൻസിൻ്റെ കാര്യം തന്നെ നോക്കുവാണെങ്കിൽ ഈ ഒരു ഒറ്റ കൊല്ലം നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ 17,000-ഓളം വിദ്യാർത്ഥികളാണ് നീറ്റ് എക്സാം എഴുതാൻ പോകുന്നത് ബ്രില്യൻറ്റിൽ നിന്ന് തന്നെ. അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് താങ്കൾക്കുള്ള ഒരു സജഷൻ എന്തെങ്കിലും ഉണ്ടോ? സജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നേരത്തെ പറഞ്ഞത് തന്നെയാണ് പിന്നെ എടുത്ത് പറയാനുള്ളത്. കാരണം ടൈം മാനേജ്മെന്റ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് നീറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈവൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഒരുപാട് തവണ എക്സാം കംപ്ലീറ്റ് ചെയ്യാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യായിരുന്നു, ഏതാണ് ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഫിസിക്സ് വെച്ച് തുടങ്ങണോ, ബയോളജി വെച്ച് തുടങ്ങണോ, കെമിസ്ട്രി വെച്ച് തുടങ്ങണോ, അതിലേക്ക് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ഫസ്റ്റ് ബയോളജി യൂസ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബയോളജി ഫസ്റ്റ് എഴുതുക, ഫിസിക്സ് ഓർ കെമിസ്ട്രി അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ആ ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. എക്സാം എഴുതുന്ന സമയത്ത് മാക്സിമം റിലാക്സ്ഡ് ആയിട്ട്, ഇപ്പോൾ കുറേ പേർക്ക് ഫെയ്ത്ത്ഫുൾ ആയിട്ട് ബിലീഫ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പഠിച്ചതിനെ ആലോചിച്ചിട്ടോ അങ്ങനെ നമ്മൾ മാക്സിമം റിലാക്സ് ചെയ്തിട്ട് എക്സാം എഴുതുക. 3 മണിക്കൂർ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം. കാരണം നിങ്ങൾക്കിപ്പോൾ ഓരോ മോക്ക് ടെസ്റ്റ് വരുമ്പോഴും അത് അത്രയും സീരിയസ് ആയിട്ട് തന്നെ കാണണം. അത് നിങ്ങൾ എഴുതുന്ന ഓരോ മോക്ക് ടെസ്റ്റും നീറ്റ് എക്സാം ആയിട്ട് തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്തിട്ട് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ തവണ നീറ്റ് എക്സാം എന്നുള്ള പേടിയിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നീറ്റ് എക്സാമും ഒരു മോക്ക് ടെസ്റ്റ് പോലെ. കാരണം ബ്രില്യൻറ്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റ് എക്സാം പോലെ തന്നെയാണ്. എന്ത് വന്നാലും നിങ്ങൾക്ക് ബ്രില്യൻറ്റിൽ നിന്ന് ഇപ്പോൾ ഒരു 650 കിട്ടുന്ന ആളാണെന്നുവെച്ചെങ്കിൽ നീറ്റ് എക്സാം നിങ്ങൾക്ക് എന്തായാലും ഒരു 670, 680 ആ റേഞ്ചിലോട്ട് പോകാതെ ഉറപ്പാണ്. എൻ്റെ ഫ്രണ്ട്സ് വെച്ചിട്ടും എനിക്ക് ഇത്രയും ഞാൻ ഇപ്പോൾ 2 വർഷം അവിടെ റിപ്പീറ്റ് ചെയ്യുന്നു. അത് വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം അതാണ്. ബ്രില്യൻറ്റ് എക്സാം ഇപ്പോൾ ഈ കുറച്ച് മുന്നൊക്കെ വരാൻ നിങ്ങൾക്ക് അത്യാവശ്യം ടഫായിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷേ എനിക്ക് ഉറപ്പാണ് ലാസ്റ്റത്തെ 2 ആഴ്ച പക്കാ നീറ്റ് ലെവലിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നുണ്ടാവുക. അപ്പോൾ ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡൗട്ട്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യനിൽ തന്നെ ഇങ്ങനെ ആലോചിച്ച് കുത്തിയിരിക്കാണ്ട് നമ്മൾ അടുത്ത ഈസി ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ കിടക്കുന്നുണ്ടാവും. നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ വെയിറ്റ് ചെയ്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ നിന്ന് മിസ്സാവും. അപ്പോൾ മാക്സിമം ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല എന്നുള്ള തോന്നൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് തോന്നാവുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് സോൾവ് ചെയ്യാം. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹാഫ് ആൻ അവർ അതിനുവേണ്ടി മാറ്റി വെക്കുക.
ആ ഹാഫ് ആൻ അവറിൽ നമുക്ക് ടഫായിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് റിലാക്സ് ചെയ്ത് ആലോചിച്ച് നമുക്ക് അതിന് ആൻസർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതിൽ എന്തായാലും ഫോക്കസ് ചെയ്യുക. ഈ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ നീറ്റ് എക്സാമിനേഷൻ. ഓക്കെ, അപ്പോൾ കേട്ടല്ലോ, ഇതൊക്കെയാണ് നമ്മുടെ എറണാകുളം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ മെയ് 4 നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഞങ്ങളുടെ വക ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.